അല്ലാഹുവോട് ചോദിക്കുന്ന റബ്ബി ലിമ ഹശർതനി അഅ്മാ വഖദ് കുൻതു ബസീറാ. അല്ലാഹുവേ, ഞാൻ എന്തേ റബ്ബേ കുരുടനായി പോയത്? എനിക്ക് നല്ല കാഴ്ച ഉണ്ടായിരുന്നല്ലോ അല്ലാ, എനിക്ക് കാഴ്ചക്ക് ഒരു തകരാറുണ്ടായിരുന്നില്ലല്ലോ അല്ലാ, എന്തേ എന്റെ കണ്ണിന്റെ കാഴ്ചക്ക് പറ്റിയത്? ഖാലതത്ക ആയാതുനാ ഫനസീതഹാ വകദാലികൽ യൗമ തുൻസാ. അല്ലാഹു പറയുന്നതേ, ഒരുപാട് ആയാത്തുകൾ നിനക്ക് വന്നുപോയി, ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ നിനക്ക് എത്തിയിരുന്നു, പക്ഷെ അതൊന്നും നിനക്കുള്ളതാണ് എന്ന് നീ കരുതിയില്ല. ഒരുപാട് അലാമത്തുകൾ വന്നു, നീ അത് മറന്നുപോയി, നീ അത് വിട്ടുകളഞ്ഞു, നിനക്ക് വരുമെന്ന് തോന്നിയില്ല. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, ബൈക്കിൽ ഇങ്ങനെ ചെത്തിപ്പാറി പോന്നോൻ അപകടം പറ്റിയിട്ട് കിടക്കുമ്പോ അവന്റെ കഥ പറയാൻ പോകുന്ന അതിനേക്കാളും സ്പീഡിൽ പോകുന്ന കാലമാണ്. ഖബറടക്കിയിട്ട് തിരിച്ചു വരുന്നവര് അട്ടഹസിച്ച് ചിരിച്ചു കളിച്ച് മതിച്ചു വരുന്ന കാലമാണ്. ആർക്കും സ്വന്തത്തിൽ കാര്യമാകുന്നില്ല, ഒരു പാഠവും മനുഷ്യനെ ഉണർത്തുന്നില്ല. ആഖിറത്തിൽ കൈകിടിച്ചിട്ട് കാര്യമില്ല. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ആഖിറത്തിൽ അതാ അക്രമകാരികൾ കൈകടിച്ചിട്ട് മുറിച്ചിട്ട് പറയും, യാ ലൈതനി തഖൽതു മഅർ റസൂലി സബീലാ യാ വൈലതാ ലൈതനി ലം അത്തഖിദു ഫുലാനൻ ഖലീലാ. ഇങ്ങനെ രണ്ട് കയ്യും കടിച്ചു മുറിച്ചിട്ട് അക്രമകാരികൾ പറയുന്ന ആഖിറത്തിൽ അല്ലാഹുവിന്റെ മുമ്പെന്ന് പറയുന്ന ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ ഞാനൊരു മാർഗം സ്വീകരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. യാ വൈലതാ ലൈതനി ലം അത്തഖിദു ഫുലാനൻ ഖലീലാ. അവന്റെ കൂടെ കൂടണ്ടാന്ന് പലരും പറഞ്ഞു അവനെ ഞാൻ ചങ്ങാതിയാക്കിയില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ലഖദ് അദല്ലനി അൻ ദിക്രി ബഅദ ഇദ് ജാഅനി. എനിക്ക് സത്യം ബോധ്യപ്പെട്ടതിന് ശേഷം അവനാണ് എന്നെ പിഴപ്പിച്ച് കളഞ്ഞത്. അല്ലാഹ്, അവനാണ് ആവശ്യമില്ലാത്ത ക്ലിപ്പ് അയച്ചു തന്നത്, അവനാണ് ആവശ്യമില്ലാത്തത് വലിക്കാൻ തന്നത്, അവനാണ് ആവശ്യമില്ലാത്തത് വലിക്കാൻ തന്നത്, അവനാണ് ആവശ്യമില്ലാത്തത് മണക്കാൻ തന്നത്, അവനാണ് എന്നെ ലഹരിക്ക് അടിമയാക്കിയത്, അവനാണ് എന്നെ ലഹരിക്ക് അഡിക്റ്റാക്കിയത്, അവനാണ് എന്നെ അശ്ലീലതക്ക് അഡിക്റ്റാക്കിയത്, അവനാണ് എന്റെ നിസ്കാരത്തിൽ നിന്ന് എന്നെ മുടക്കം പറ്റിച്ചത്, അവനാണ് എന്നെ എല്ലാ തെമ്മാടിത്തത്തിലേക്കും എന്നെ കൊണ്ടുപോയത്. ഞാൻ പെട്ടുപോയല്ലോ അല്ലാഹ്, അവന്റെ കൂടെ ഞാൻ പെട്ടില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് പറഞ്ഞിട്ട് കൈകടിക്കുന്ന കാലം വരുമെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ. അതുകൊണ്ട് നമ്മുടെ കൂട്ടുകെട്ടൊന്ന് ശ്രദ്ധിക്കണേ, നമ്മുടെ ചുറ്റുപാടൊന്ന് ശ്രദ്ധിക്കണേ. കോളേജിൽ പഠിക്കണ മക്കളായാലും സ്കൂളിൽ പഠിക്കണ മക്കളായാലും ഒരൽപ്പം ശ്രദ്ധയോടെ ജീവിക്കണേ. മാതാപിതാക്കളെ, മക്കളെ വളർത്തുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ളത് വാങ്ങിക്കൊടുക്കുക എന്നതിനേക്കാൾ അവർക്ക് ആഖിറം വാങ്ങിക്കൊടുക്കുക എന്നതിന് മുൻതൂക്കം കൊടുക്കണേ. നമ്മൾ നല്ല ഉമ്മയും ബാപ്പയാണ് ദുനിയാവെന്ന് പറയുന്നതിന് പകരം നാളെ ആഖിറത്തിലെത്തിയിട്ട് സ്വർഗത്തിന്റെ ലിസ്റ്റിലേക്ക് നമ്മൾ അങ്ങ് പെടുമ്പോ ഇദാ ഫറഖൽ ഫരീഖാനി ഫരീഖുൻ ഫിൽ ജന്നതി വഫരീഖുൻ ഫിസ് സഈർ. ഒരു വിഭാഗം സ്വർഗത്തിലേക്ക്, ഒരു വിഭാഗം നരകത്തിലേക്ക്. അള്ളാഹിന്റെ തീരുമാനം വന്നിട്ട് സ്വർഗത്തിന്റെ ലിസ്റ്റിൽ പെട്ടുപോയ ഉമ്മ, സ്വർഗത്തിന്റെ ലിസ്റ്റിൽ പെട്ടുപോയ വാപ്പ, നല്ല റാഹത്തിൽ സ്വർഗത്തിലേക്ക് പോകുന്ന സ്വർഗം എന്ന് പറഞ്ഞ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ആനന്ദമുള്ള ലോകം. പുറത്തുള്ള മണ്ണും ചരല് മിസ്കും ജൗഹറാ, പിന്നെന്തു പറയാനാ ഹബീബേ ഉള്ളറാ. കൊതിക്കുന്ന പഴമടുക്കുന്നതാ കയറണ്ട, പറിച്ചാലുടൻ മുളക്കുന്നതാ കുറയണ്ട. സന്തോഷമുള്ള റാഹത്തുള്ള സ്വർഗം, എല്ലാ ഗുണങ്ങളുമുള്ള സ്വർഗം, അല്ലാഹുവിനെ കാണുന്ന സ്വർഗം. ആ സ്വർഗത്തിലേക്കുള്ള ലിസ്റ്റിൽപ്പെട്ട ഉമ്മയും ബാപ്പയും സന്തോഷത്തിൽ നടക്കുമ്പോ വഴിവക്കിലതാ തടഞ്ഞു വെക്കുന്ന മക്കൾ. ഏത് മക്കള്? നമ്മള് സന്തോഷത്തോടെ പോറ്റി വളർത്തിയ മക്കള്. ഇഷ്ടമുള്ള വസ്ത്രം വാങ്ങിക്കൊടുത്ത്, ഇഷ്ടമുള്ള സംവിധാനം, ഇഷ്ടമുള്ള സ്കൂൾ, ഇഷ്ടമുള്ള പഠനം. മകൻ എന്താണോ താല്പര്യം, മകൾക്ക് എന്താണോ താല്പര്യം, അല്ലാഹുവിന്റെ താല്പര്യത്തിനപ്പുറം ഒരു താല്പര്യം അവർക്ക് കൊടുത്തിട്ട്
അടിച്ചു പൊളിയുടെ ലോകത്ത് വളർത്തിക്കൊണ്ടുവന്ന അപ്പയും അമ്മയും അവരേതോ നന്മയുടെ ഭാരം പറ്റി അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ട് സ്വർഗാവകാശിയായി പോകുമ്പോ അവരെ വഴിമധ്യത്തിൽ തടഞ്ഞു വെച്ചിട്ട് അള്ളാഹിനോട് ഈ മക്കള് പറയുന്ന ഈ ഉമ്മയും ബാപ്പയുമാണ് ഞങ്ങൾ പിഴച്ചു പോകാനുള്ള കാരണം. ഞങ്ങൾക്ക് കിട്ടുന്നതിനേക്കാൾ ഇരട്ടി ഇരട്ടി ശിക്ഷ ഇവർക്ക് കൊടുക്ക്. ഇവരെ ഒന്ന് മലർത്തിക്കിടത്തല്ല, ഞങ്ങളെന്ന് കാലവരെ നെഞ്ഞത്ത് വെച്ചൊന്ന് ചവിട്ടട്ടെ എന്ന് പറയുന്ന മക്കളാകാതിരിക്കാൻ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. ദുനിയാവിലും ആഖിറത്തിലും ഖുർറത അയ്നായ മക്കളാകാൻ, നാം അവർക്ക് ഇമാം എന്ന ബഹുമാനത്തിലെത്താൻ, നമ്മളെ കണ്ടവര് നന്മയിലാകാൻ, നമ്മളും നന്നായി നമ്മുടെ മക്കളും നന്നാകുന്ന സാഹചര്യം ഉണ്ടാക്കണം. രക്ഷിതാക്കളോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, മാതാപിതാക്കൾ അനുസരിക്കുന്ന മക്കളാകണം. ചെറുപ്പക്കാരികളെ, നമ്മൾ ഒരിക്കലും അവരെ അപമതിക്കുന്നവരും ധിക്കരിക്കുന്നവരുമാകരുത്. അള്ളാഹുവിന്റെ പൊരുത്തം അവരുടെ കാൽ കീഴിലാണ്, അള്ളാഹുവിന്റെ സ്വർഗം അവരുടെ ഖുദ്മത്തിലാണ്. ആ തിരിച്ചറിവോടെ നന്മയിൽ ജീവിക്കണം, നല്ല കൂട്ടുകെട്ടുണ്ടാക്കിയെടുക്കണം. ഒരിക്കലും പിഴച്ച കൂട്ടുകെട്ടിൽ പെട്ടുപോകരുത്. സ്വർഗത്തിലെത്തിയിട്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സ്വർഗത്തിലെത്തിയിട്ട് ആ സ്വർഗത്തിലെ ഒരു ചർച്ച അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട്. സ്വർഗത്തിലൊരു ചർച്ച, സ്വർഗത്തിലതാ ചില ആളുകളോട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നു. സ്വർഗത്തിലെത്തിയാ പിന്നെ റാഹത്തന്നല്ലേ. അല്ലാഹു നമുക്ക് അവസരം നൽകട്ടെ. നരകം കാണാതെ, ഹിസാബില്ലാതെ സിറാത്തൊന്ന് കടത്തി തരണേ റബ്ബേ. സ്വർഗത്തിലെത്തിയിട്ട് നല്ല ചർച്ച നടക്കുന്ന, അൽഹംദുലില്ലാഹ്, റാഹത്തുള്ള ചർച്ച. സ്വർഗത്തിലെ ചർച്ച ചെയ്യാനല്ലേ പോകുന്നത്. ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ തഅ്തീമാ ഇല്ലാ ഖീലൻ സലാമൻ സലാമാ. മനുഷ്യന്റെ മനസ്സ് വേദനിപ്പിക്കുന്ന ഒരു വാക്ക് അവിടെ നിന്ന് കേൾക്കൂല, ഒരു കുത്തുവാക്ക് പറയൂല. ആരും അങ്ങനെയുള്ള ആളവിടെ ഇല്ലല്ലോ. സ്നേഹമുള്ള ഭാഷ മാത്രം, സമാധാനത്തിന്റെ ഭാഷ മാത്രം. അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് സ്വഹാബികൾ പറയുന്ന കേൾക്കാൻ അള്ളാഹു നമുക്ക് അവസരം നൽകട്ടെ. സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ചരിത്രം നമുക്ക് മഹാനവറുകളോടൊന്ന് ചോദിക്കാൻ സ്വർഗത്തിൽ അള്ളാഹു അവസരം നൽകട്ടെ. നന്മയുടെ അഹ്ലുകാർ കൂടിയിരുന്ന് ചർച്ച ചെയ്യുന്ന ലോകത്ത് അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്ന ഫഖബല ബഅദുഹും അലാ ബഅദി യതസാഅലൂൻ. ചില ആളുകളോട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോ ഖാല ഖായിലും മിൻഹും മിന്നി കാന ലീ ഖരീൻ. ഒരാൾ പറയുന്നു, എനിക്ക് അതാ ദുനിയാവിൽ ഒരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു, ദുനിയാവിൽ എനിക്കൊരു ചങ്ങാതി ഉണ്ടായിരുന്നു, ദുനിയാവിൽ എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ കാലത്ത് പറഞ്ഞ ചങ്ക് ബ്രോ, ബെസ്റ്റ് ഫ്രണ്ട്, ഭയങ്കര ഓനില്ല. എനിക്കൊരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു. ആ കൂട്ടുകാരൻ ആരാണ്? യഖൂലു അinnക ലമിനൽ മുസദ്ദിഖീൻ ഐദാ മിത്നാ വകുന്നാ തുറാബൻ വഇളാമൻ അഇന്നാ ലമദീനൂൻ. അവൻ എന്നോട് ചോദിക്കുന്നു, എന്റെ ചങ്ങാതി എന്നോട് ചോദിക്കുന്നു, നീ ഇതെല്ലാം വിശ്വസിക്കുന്നുണ്ടോ എന്നാ ചോദിക്കുന്നത്. വളരെയേറെ ശ്രദ്ധിക്കേണ്ട വിഷയമാണിത്. നമ്മൾ തെറ്റിലേക്കും ഹറാമിലേക്കും പോകുന്നു എന്ന് പറഞ്ഞില്ലേ, അതിനേക്കാൾ ഗൗരവത്തിൽ മതനിരാസത്തിലേക്കും യുക്തിവാദ ചിന്തകളിലേക്കും ചെറുപ്പക്കാരെ, നമ്മുടെ മക്കളെയൊക്കെ വളച്ചു കൊണ്ടുപോകാനുള്ള സകല ശ്രമങ്ങളും നടക്കുന്നുണ്ട്. ഉമ്മയും ബാപ്പയെന്ന് അറിയുന്നില്ലെങ്കിൽ നമ്മളെ മക്കളെ മൊബൈലിലേക്ക് ഇതൊക്കെ ധാരാളം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നഊദുബില്ലാഹ്. സ്വർഗത്തിലെ ഒരു ചർച്ച നോക്കൂ. ഒരാൾ പറയുന്നു, എനിക്കൊരു ചങ്ങാതി ഉണ്ടായിരുന്നു, അവൻ എന്നോട് ചോദിക്കും, നീ ഇതെല്ലാം വിശ്വസിക്കുന്നുണ്ടോ? മരിച്ചിട്ട് മണ്ണായി തീർന്നു പോയത് രണ്ടാമതും പുനർജീവിപ്പിക്കും, എന്നിട്ട് നന്മ തിന്മകളൊക്കെ ചെയ്തവർക്ക് നന്മക്ക് സ്വർഗവും തിന്മക്ക് നരകവും, അങ്ങനെയുള്ള ഈ ശിക്ഷാ നടപടികൾ, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നീ വിശ്വസിക്കുന്നുണ്ടോ? നീ എന്തൊരു മണ്ടനാണ്, നീ എന്തു മരമണ്ടനാ, നീ അത് വിശ്വസിക്കുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെ ചോദിക്കുന്ന ഒരു കൂട്ടുകാരൻ എനിക്കുണ്ടായിരുന്നു. ഞാൻ അവനെ പരിഗണിച്ചില്ല, ഞാൻ അവന്റെ പിന്നാലെ പോയില്ല, ഞാൻ അവന്റെ കൂടെ കൂടിയില്ല. സുബ്ഹാനല്ലാഹ്. സ്വർഗ്ഗത്തുനിന്ന് പറയുന്നു, ഖാൽ ഹൽ അൻതും മുത്തലിഊൻ,
നിങ്ങൾ അവരെ കാണുന്നുണ്ടോ? അങ്ങനെ ചോദിക്കുന്ന ആളെ അപ്പൊ ഇങ്ങനെ നോക്കുമ്പോ നരകത്തിന്റെ മധ്യത്തിലുണ്ട് ഈ ചോദിച്ച ആളെ ഇങ്ങനെ കാണുന്നു. ദുനിയാവുന്ന അള്ളാന്റെ ദീനിനെയും വിശ്വാസത്തെയും കൊച്ചാക്കി ചോദ്യം ചെയ്തിട്ട് പരിഹസിച്ച് ട്രോളി ആളെ നരകത്തിലായിട്ട് കാണുകയാണ്. നരകത്തിന്റെ മധ്യത്തിൽ കാണുന്നു. സ്വർഗത്തുനിന്ന് നോക്കുമ്പം കാണുകയാണ്. അപ്പൊ ഈ നല്ല മുഅ്മിനായ മനുഷ്യൻ കൂട്ടുകാരന്റെ വഞ്ചനയിൽ കുടുങ്ങാതെ അവന്റെ ചതിയിൽ പെട്ടുപോകാതെ ഈമാൻ സൂക്ഷിച്ചു വന്ന് സ്വർഗത്തിലെത്തിയ ആള് പറയുന്നു, ഖാല തല്ലാഹി ഇൻ കിൻത ലതുർദീൻ വലൗലാ നിഅമത്തു റബ്ബി ലകുൻതു മിനൽ മുഹ്ളരീൻ. എന്റെ റബ്ബെനിക്ക് ഭാഗ്യം തന്നതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു പോയി. എന്റെ റബ്ബിന്റെ നിഅമത്തില്ലെങ്കിൽ ഞാനും ആ ചങ്ങാതിന്റെ കൂടെ നരകത്തിലാകുമായിരുന്നു, ശിക്ഷിക്കപ്പെടുമായിരുന്നു. ഇങ്ങനെ സ്വർഗത്തിൽ ഒരു ചർച്ച നടക്കുമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് ഇശാ നിസ്കരിക്കാൻ പള്ളിയിൽ വരുമ്പോ ഒരു 5 മിനിറ്റ് കഴിയട്ടെ എന്ന് പറയുന്നവനെ നീ ശ്രദ്ധിക്കണം. സുബഹിയുടെ ജമാഅത്തിന് പോകുമ്പോ ഞാൻ ബദൽ എന്നെ വിളിക്കണ്ടെന്ന് പറയുന്നവനെ നീ ശ്രദ്ധിക്കണം. കാരണം അവനെ ഫുട്ബോൾ കളിക്കാൻ വിളിച്ചപ്പോ നീ അവനെ സന്തോഷത്തോടെ വിളിച്ചതാണ്. ഒരു ദിവസം വിളിച്ചില്ലെങ്കിൽ അവൻ പിറ്റേ നിന്നോട് മിണ്ടാതിരുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് സഹായിക്കാനും സഹകരിക്കാനും അറിയാം. കട്ടിപ്പാറ ജുമുഅത്ത് പള്ളിയിലും നിസ്കാര പള്ളികളിലും നമ്മുടെ അൽ ഇഹ്സാനിന്റെ ക്യാമ്പസിലുമൊക്കെ അതാ ജമാഅത്തിന് ആളുകൾ കൂടി കൂടി വരണം. ഖിയാമത്തിന്റെ ലക്ഷണം കാണുന്ന ലോകമാ. നമുക്ക് അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ വേദനയില്ലാത്ത ലോകത്തേക്ക് പോകാൻ കഴിയണം. ഞാൻ എന്റെ സംസാരം ദീർഘിപ്പിക്കുന്നില്ല. അർഹമുർ റഹീമായ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. പ്രിയങ്കരിയായ ഫാത്തിമത്തു സഹ്റ ബതൂല റളിയല്ലാഹു അൻഹാ, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊന്നുമകൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ വരുന്ന ഒരു ദിവസം റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച മുത്തുനബിയെ കാണാൻ വരികയാണ്. കൂടെ ഹസൻ ഹുസൈൻ തങ്ങളുണ്ട്. ആ വീട്ടിലേക്ക് വന്നു നോക്കുമ്പോ സ്വഹാബികളൊക്കെ ധാരാളമായി വീട്ടിന്റെ പുറത്ത് സങ്കടത്തിലും വിഷമത്തിലുമുണ്ട്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് രോഗമുണ്ട്. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ദൂരെ ഒരു കുടുംബ വീട്ടിൽ പോയിട്ടാണ് ഉള്ളത്. കാരണം സുബഹിക്ക് തങ്ങൾ കുറച്ച് ആഫിയത്ത് ഉണ്ടായിരുന്നു. അതുകൊണ്ട് മുത്തുനബിന്റെ ഒരല്പം ദൂരെയുള്ള കുടുംബ വീട്ടിൽ പോയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ആയിഷ ബീവിന്റെ വീട്ടിലാണ് തങ്ങളുള്ളത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 2 മക്കളെ കൈയും പിടിച്ച് ഫാത്തിമ ബീവി മുത്തുനബിന്റെ വീട്ടിലേക്ക് വന്നു. ആയിഷ ബീവിന്റെ വീട്ടിലാണ് തങ്ങളുള്ളത്. ഫാത്തിമ ബീവി വന്നു നോക്കുമ്പോ കാണുന്ന കാഴ്ച എന്താണ്? ഒരു പാത്രത്തിൽ നല്ല തണുത്ത വെള്ളമുണ്ട്. ആ വെള്ളത്തിൽ കൈയിട്ടിട്ട് വെള്ളം കോരിയെടുത്തിട്ട് മുഖം ഇങ്ങനെ തണുത്ത വെള്ളത്തിൽ കഴുകിക്കൊണ്ട് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇന്നലിൽ മൗതി ലസകറാത്ത്, ഇന്നലിൽ മൗതി ലസകറാത്ത്. മരണത്തിന് നല്ല വേദനയുണ്ട്, മരണത്തിന് നല്ല വേദനയുണ്ട്. അല്ലാഹു നമുക്ക് സക്കറാത്തിന്റെ സമയത്ത് ഈമാൻ സലാമത്താക്കി റാഹത്ത് നൽകട്ടെ. അമ്പിയാക്കൾക്ക് വേദന ഉണ്ടാകുമെന്ന് നിങ്ങൾ ചോദിക്കരുത്. കാരണം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് സ്വഹാബികളോട്, നിങ്ങളെ കൂട്ടത്തിൽ 2 ആൾക്ക് പനിക്കണ പോലെ എനിക്ക് പനിക്കും, 2 ആളെ പനിക്കും. അപ്പൊ സ്വഹാബികൾ തിരിച്ചു ചോദിച്ചൊരു ചോദ്യമുണ്ട്, യാ റസൂലല്ലാഹ്, 2 ആൾക്ക് കിട്ടണ കൂലി നിങ്ങൾക്ക് കിട്ടുമോ നബിയേ? കിട്ടുമെന്നല്ലേ സ്വഹാബികളോട് തങ്ങൾ പറഞ്ഞത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേദന ഉണ്ടാകും. ചില ആൾ മനസ്സിലാക്കിയത് ഉസ്താദന്മാർക്ക് വേദന ഉണ്ടാവൂല, തങ്ങന്മാർക്ക് രോഗം പിടിക്കൂല. അല്ല അല്ല, അള്ളാഹു പൊരുത്തപ്പെടുന്നവർക്ക് വേദനകൾ വരാം. അബൂജഹൽ എന്ന് പറഞ്ഞ സംഗതി ഇല്ലേ, ലഅനത്തുല്ലാഹി അലൈഹി. ആ അബൂജഹലിന്റെ ചരിത്രത്തിൽ അബൂജഹലിന്റെ ജീവിതത്തിൽ മരണം വരെ ഒരു തലവേദന പോലും ഉണ്ടായിട്ടില്ല. അബൂജഹലിന് ഒരു ജലദോഷം പിടിച്ചതില്ല. അപ്പൊ അബൂജഹൽ അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള ആളായത് കൊണ്ടല്ല, രോഗം അള്ളാഹുവിന് വെറുപ്പുള്ളത് കൊണ്ടുമല്ല. നമുക്കെല്ലാം അള്ളാഹു ആഫിയത്ത് നൽകട്ടെ.
മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മരണത്തിന് നല്ല വേദനയുണ്ട് ആയിഷ. ഇത് കേട്ടിട്ടാണ് ഫാത്തിമ ബീവി വരുന്നത്, പ്രിയപ്പെട്ട മക്കള് വരുന്നത്. ഫാത്തിമ ബീവിന്റെ കൽബ് പൊട്ടിപ്പോയി. പാപ്പക്ക് വലിയ സങ്കടമുള്ള സമയമാണ്. പാപ്പന്റെ വേദന സഹിക്കാൻ മകൾക്ക് കഴിയുന്നില്ല. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, പാപ്പാന്റെ വേദന കണ്ടിട്ട് പൊന്നുമകള് ഫാത്തിമ ബീവി ഹൃദയം പൊട്ടി തേങ്ങിപ്പോയി. കൂടെയുള്ള പ്രിയപ്പെട്ട മക്കള് ഹസൻ ഹുസൈൻ ആരാണിവര്? തങ്ങളോട് ഏറ്റവും ഇഷ്ടമുള്ള ഉപ്പയേക്കാൾ ഉമ്മയേക്കാൾ ഇഷ്ടം ഉപ്പാപ്പയോടാണ്. ആ മക്കള് പാപ്പ നിസ്കരിക്കും, ഉപ്പാപ്പ നിസ്കരിക്കുമ്പോ കഴുത്ത് കയറി എന്നിട്ട് സ്കൂട്ടറാക്കിയ മക്കളാണ് ഈ മക്കള്. നിസ്കാരം കഴിഞ്ഞിട്ട് താമസിച്ച് സുജൂദ് താമസിച്ചെഴുന്നേറ്റപ്പോ സ്വഹാബികളോട് തങ്ങൾ പറഞ്ഞെന്താണ്, എന്റെ മകൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു എന്നെ വാഹനമാക്കി കളഞ്ഞു. തങ്ങളെ പെരടിയിൽ കയറി കളിക്കുന്ന പൊന്നുമക്കള് ഇതുവരെ ഉപ്പാപ്പ ഇത്ര ക്ഷീണത്തിൽ കണ്ടിട്ടില്ല. ഉപ്പാപ്പന്റെ സങ്കടം പറഞ്ഞു പാപ്പാ പാപ്പാ എന്ന് വിളിച്ച് മക്കളും കരഞ്ഞപ്പോൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഫാത്തിമ ബീവിയോട് പറയണ, മോളെ ഫാത്തിമ കരയണ്ട, ലാ കർബല ബീകി ബഅദൽ യൗം. ഇന്ന് വാപ്പ മരിക്കും, ഇന്ന് വാപ്പ മരിക്കും. മരിച്ച വാപ്പക്ക് പിന്നെ വേദനയില്ല, വാപ്പക്ക് പിന്നെ സങ്കടമില്ല. സങ്കടമില്ലാത്ത ലോകം, പ്രയാസമില്ലാത്ത ലോകം, ഐശ്വര്യമുള്ള സന്തോഷമുള്ള റാഹത്തുള്ള ലോകത്തേക്ക് യാത്ര പോകുന്നു. ഓ ചെറുപ്പക്കാരേ, ദുനിയാവിൽ നമുക്ക് ഒരുപാട് വേദനകളും പ്രയാസങ്ങളും സങ്കടങ്ങളും, മരിച്ചു കഴിഞ്ഞിട്ട് അവിടെ എത്തിയാലും ആ വേദന തന്നെ നിലനിന്നാലോ, നമ്മളെ ഖബറിൽ പിന്നെയും നമുക്ക് ഇടുക്കം വന്നാലോ, നരകത്ത് തന്നെ കിടക്കേണ്ടി വന്നാലോ, ചൂട് തന്നെ സഹിക്കേണ്ടി വന്നാലോ, പൊള്ളുന്ന ചീന്തലം തന്നെ കുടിക്കേണ്ടി വന്നാലോ, സങ്കടം തന്നെ സഹിക്കേണ്ടി വന്നാലോ, ദുനിയാവും നശിച്ചു ആഖിറവും നശിച്ചു. മഹാന്മാര് ദുനിയാവിൽ എന്ത് പ്രയാസപ്പെട്ടാലും കണ്ണടച്ച് വിജയിക്കും, കണ്ണടച്ച് കഴിഞ്ഞാൽ സ്വർഗത്തിലേക്ക്. അതുകൊണ്ട് അവർക്ക് പ്രയാസമില്ലാത്ത ലോകത്തേക്കാണ് അവർ സഞ്ചരിച്ചു പോയത്.